കള്ളപ്പണവും ബിനാമി ഇടപാടുകളും നിയന്ത്രിക്കുന്നതിന് ഡിജിറ്റൽ ഇന്ത്യയിലൂടെ സാധിച്ചു എന്നുള്ളത് കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഡിജിറ്റൽ ഇന്ത്യയിലൂടെ ഇത് സാധൂകരിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ നമ്മുടെ ആദായ നികുതി സംബന്ധിച്ച് ചില അതിൻ്റെ ബില്ലിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്കതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്ക് കൂടുതൽ പോകാൻ സാധിക്കില്ല. ബന്ധപ്പെട്ടാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനമന്ത്രി പാർലമെൻറ്റിൽ ഇതേക്കുറിച്ച് പറഞ്ഞത്. ഡിജിറ്റൽ ഇന്ത്യയിലെ ചില പ്രത്യേക പ്ലാറ്റ്ഫോമുകൾ എടുത്താണ് അവർ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത്. എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. പണ്ട് നമ്മൾ ഈ ബാങ്കിങ് ഇടപാടുകൾ സുതാര്യമാക്കണം, ബാങ്കിങ് ഇടപാടുകൾ ഡിജിറ്റലാക്കണം എന്ന് പറഞ്ഞ് ഡിജിറ്റൽ ഇന്ത്യ എന്ന പ്രോജക്റ്റ് തന്നെ, അങ്ങനെ ഒരു സ്വപ്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ വലിയ തോതിൽ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്ത ആൾക്കാരാണ് അതിന് മുമ്പ് നരേന്ദ്രമോദിയുടെ ഭരണത്തിന് മുമ്പ് ഇരുന്ന സർക്കാരിൽ, ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ ചിദംബരം, അതുപോലെ അന്നത്തെ കേരളത്തിൻ്റെ ധനമന്ത്രിയായിരുന്ന പിന്നീട് പിണറായി സർക്കാരിൽ ധനമന്ത്രിയായ തോമസ് ഐസക്ക് മുമ്പും ധനകാര്യമന്ത്രിയായിരുന്നു. 2006-2011 കാലത്ത് VS സർക്കാരിൻ്റെ കാലത്ത് ധനവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു അദ്ദേഹം പറഞ്ഞു, എന്ത് ഡിജിറ്റൽ ഇന്ത്യ, ഇത് എവിടെ സംഭവിക്കാൻ പോകുന്നു? മാർക്കറ്റിൽ വന്ന് പച്ചക്കറി വാങ്ങുന്നവർ, കപ്പയും മീനും വാങ്ങുന്നവർ എങ്ങനെ ഡിജിറ്റലായിട്ട് പേയ്മെൻറ്റ് കൊടുക്കും? കാർഡ് എടുത്ത് എങ്ങനെ കൊടുക്കും? ഈ കാർഡ് എങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഇതിൽ നിന്ന് പണം കച്ചവടക്കാർ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനങ്ങളും വലിയ ആക്ഷേപമാണ്. എന്തിനു പറയുന്നു, റിസർവ് ബാങ്കിനോട് നോട്ടടിക്കാൻ പറഞ്ഞ ആളാണ് അന്നത്തെ നമ്മുടെ ഈ പറയുന്ന തോമസ് ഐസക്ക്. എന്തായാലും ചിദംബരവും അതുപോലെ വലിയ തോതിൽ പാർലമെൻറ്റിൽ ഉൾപ്പെടെ വലിയ ആക്ഷേപമാണ് അദ്ദേഹം ചൊരിഞ്ഞത്. പക്ഷേ നമുക്കറിയാം ഇന്ന് അത് എവിടെ എത്തി നിൽക്കുന്നു എന്ന്. ഈ പറയുന്നത് പോലെ നമ്മൾ ഗൂഗിൾ പേ അടക്കമുള്ള സംവിധാനം, ഇതിലൂടെയൊക്കെ നമുക്കിന്ന് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ സാധിക്കുന്നു, ക്രയവിക്രയം നടത്താൻ സാധിക്കുന്നു. സാധനങ്ങൾ വാങ്ങിയിട്ട് പണം കൊടുക്കുന്നത് ഇന്ന് ആരും ATM ഉപയോഗിച്ച് ATMൽ നിന്ന് പണം കൈവശം എടുത്ത് വയ്ക്കുന്നില്ല. അതുപോലെ വലിയ തുകകൾ, അതായത് സാധാരണ നമ്മൾ പറയുന്നത് 2 ലക്ഷം രൂപ വരെ നമുക്ക് പണമായിട്ട് കൊടുത്ത് വിനിമയം നടത്താം, സാമ്പത്തിക ഇടപാടുകൾ നടത്താമെന്നാണ്. അതിൽ കൂടുതലുള്ളവർ നമുക്ക് ഈ പറയുന്നത് പോലെ ചെക്ക് മുഖേനയോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ ഒക്കെ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്, വലിയ വലിയ തുകയുടെ ഇടപാടുകളെല്ലാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ ഡിജിറ്റൽ നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ വാട്സാപ്പ് ആൾക്കാർക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ഗൂഗിൾ മാപ്സ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇത്തരം പ്ലാറ്റ്ഫോമുകളുടെ ചുവട് പിടിച്ച് അത് ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന പണവും ബിനാമി സ്വത്തും, അതായത് പ്രോക്സി സ്വത്തും അതിൻ്റെ ഉടമസ്ഥതയും ട്രാക്ക് ചെയ്യുന്നതിൽ നിർണായകമായി എന്നാണ് ഈ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പം ഇത്തരത്തിൽ സംശയമുള്ളവരുടെ വാട്സപ്പ് സന്ദേശങ്ങളായാണെങ്കിലും ഗൂഗിളിന്റെ ഹിസ്റ്ററി, ഇത് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇടപാടുകൾ, ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കൽ, അപ്പൊ ഇതെല്ലാം ഈ ഗൂഗിൾ മാപ്സ് ലൊക്കേഷൻ അടക്കം, ഭൂമി എവിടെ വാങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ളത് വളരെ കൃത്യമായിട്ട് ഇന്ന് നമുക്ക് ഈ നമ്മുടെ കൈവശം ഇരിക്കുന്ന ഒരു പ്രമാണം കയ്യിലുണ്ടെങ്കിൽ ആ പ്രമാണം ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് ചെന്ന് അതിലൊക്കെ കണ്ടുപിടിച്ച് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. തെക്ക് ആരാണ്, വടക്ക് ആരാണ്, ഈ വസ്തുവിൻ്റെ കിഴക്ക് ഭാഗത്ത് ആരാണ്, പടിഞ്ഞാറ് ഭാഗത്ത് ആരാണ്, വഴി എങ്ങനെ വരുന്നു, ഇതൊക്കെ ഇന്നിപ്പോൾ അതൊക്കെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ നോക്കാം. ഗൂഗിൾ ആപ്പ്, അതുപോലെ നമ്മുടെ ഈ മാപ്പ്, ഗൂഗിൾ മാപ്സ് എടുത്താൽ ഈ നിരവധി ഗൂഗിളിന് തന്നെ നിരവധി സംവിധാനങ്ങളുണ്ട് അതിനകത്ത്. ഇതൊക്കെ എടുത്താൽ സ്ഥലം എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇതൊക്കെ വലിയ തോതിൽ സഹായിച്ചു എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. അവർ പറയുന്നത് ഈ ഇൻകം ടാക്സ് ബില്ലിലെ വ്യവസ്ഥകൾക്കെതിരെ വലിയ വിമർശനം കഴിഞ്ഞ ദിവസം നമ്മുടെ പാർലമെൻറ്റിൽ ഉയർന്നു. അതിന് മറുപടി പറയുമ്പോഴാണ് നിർമ്മല സീതാരാമൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. അവർ പറയുന്നുണ്ട്, മൊബൈൽ ഫോണുകളിലെ എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ വഴി 250 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണം ആണ് കണ്ടെത്തിയത്. അതായത് 250 കോടി രൂപയുടെ കള്ളപ്പണമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അവരെ സഹായിച്ചത് മൊബൈൽ ഫോണുകളിലെ എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങളാണ്. മൊബൈൽ ഫോണിലൂടെ കൊടുക്കുന്ന ഈ കോഡ് ഭാഷയിൽ കൈമാറ്റം ചെയ്യുന്ന സന്ദേശങ്ങളെ
കണ്ടെടുത്ത് അതിൽ നിന്നുള്ള രഹസ്യങ്ങൾ ചോർത്തിയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്സാപ്പ് ആശയവിനിമയങ്ങൾ വഴി 200 കോടി രൂപയുടെ മറച്ചുവെച്ച ക്രിപ്റ്റോ കറൻസി ആസ്തികൾ കണ്ടെത്തി എന്നാണ് മന്ത്രി പറയുന്നത്. ഇതിൻ്റെ എല്ലാം തെളിവുകൾ അവർ പുറത്തുവിട്ടു. അതുപോലെ ഈ ടാക്സ് വിഭാഗം അധികൃതർക്ക് ഡിജിറ്റൽ റെക്കോർഡുകൾ പരിശോധിക്കാനുള്ള അനുമതി നൽകിയത് നികുതി വെട്ടിപ്പ് തടയുന്നതിന് നിർണായകമായി എന്നും കേന്ദ്രമന്ത്രി പറയുന്നു. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു? 250 കോടി രൂപയുടെ കള്ളപ്പണം കണ്ടെത്തി, 200 കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസി ആസ്തികൾ കണ്ടെത്തി. അതുപോലെ ഈ പറയുന്ന ഈ കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്ന, ബിനാമി ഇടപാടുകൾ നടത്തുന്ന വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉപയോഗിച്ച് ഈ ആശയവിനിമയം നടത്തുന്നതൊക്കെ അവർ കൈമാറിയിരിക്കുന്ന സന്ദേശങ്ങളെ ഡീകോഡ് ചെയ്ത് അതിൽ നിന്ന് അവരുടെ രഹസ്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. എന്തായാലും ഈ ഗൂഗിൾ മാപ്പ് ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ, ഇതൊക്കെ പരിശോധിച്ചതിലൂടെ പണം ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, ബിനാമി ഇടപാടുകൾ, ഇതൊക്കെ കണ്ടെത്താനായി. അതും മന്ത്രി പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ ഫെബ്രുവരി 13-നാണ് പുതിയ ഇൻകം ടാക്സ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 60 വർഷമായി തുടരുന്ന നിയമം മാറ്റിയാണ് പുതിയ നിയമം നടപ്പാക്കിയത്. ഇത് പ്രകാരം അധികൃതർക്ക് ആവശ്യമെങ്കിൽ ഇമെയിൽ, വാട്സാപ്പ്, ടെലിഗ്രാം എന്നിവ നേരിട്ട് കയറി പരിശോധിക്കാവുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അത് വലിയ തോതിൽ ഈ നികുതി വെട്ടിപ്പും ബിനാമി ഇടപാടുകളും ഈ കള്ളപ്പണം ഒളിപ്പിക്കലും ഹവാല ഇടപാടും ഒക്കെ കണ്ടെത്താൻ സഹായിക്കുന്നു. അതെ, മാത്രമല്ല നമ്മൾ പണ്ട് കാലങ്ങളിൽ നേരിട്ട് പോയി വില്ലേജ് ഓഫീസിലും കോർപ്പറേഷനിലും ഒക്കെ നികുതി അടച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ അന്ന് ഡിജിറ്റൽ ഇന്ത്യക്കെതിരെ ഒരുപാട് കൊടി ഉയർത്തിയവരുണ്ട്. അപ്പൊ ഇപ്പോൾ എല്ലാം ഡിജിറ്റലാക്കി മാറ്റിയിരിക്കാം. നമുക്ക് നമ്മുടെ നികുതികളെല്ലാം തന്നെ നേരിട്ട് അടയ്ക്കാം. നമ്മുടെ ഒരു വിരൽ തുമ്പിലുണ്ട്, അവിടെ പോകേണ്ട ആവശ്യമില്ല. അതെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഹോട്ടൽ ബിസിനസ് അല്ലെ മറ്റെന്ത് ബിസിനസ്സുകളാണെങ്കിലും ഈ വസ്തു ഇടപാടുകളാണെങ്കിലും നോട്ട് നിരോധനം വന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള ഇടപാടുകളിലൂടെ തന്നെ മുമ്പോട്ട് പോകും. ബാങ്ക് ത്രൂ മാത്രമേ രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ. ഇതൊക്കെ വലിയൊരു സഹായമാണ്. ഇനി അതല്ലാത്തതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അതല്ലാത്ത വിഷയങ്ങളൊക്കെയാണ് ഈ വാട്സപ്പ് സന്ദേശങ്ങൾ. ആരെങ്കിലും ഒരാളെ നോട്ടം ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻകം ടാക്സിന് സംശയം ഉണ്ടാക്കിയാൽ, നികുതി അടയ്ക്കാതെ ഇരുന്നാൽ ഇവരുടെ ഫോൺ ത്രൂ ഉള്ള ഏതെങ്കിലും വിധത്തിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നെങ്കിൽ അവരുടെ ഫോൺ, അവരുടെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഈ മെയിൽ അക്കൗണ്ട്, ഇതെല്ലാം പരിശോധിക്കാൻ ഇന്ന് സാധിക്കും. അതാണ് ധനമന്ത്രി പറയുന്നത്. ഈ നികുതി നിർവഹണത്തെ ആധുനികവൽക്കരിക്കുന്നതിനും കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ പൂട്ടുന്നതിനും ഈ നൂതന സാങ്കേതിക വിദ്യ വലിയ സഹായമാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഇന്ത്യ വലിയ സഹായമാണ് ചെയ്യുന്നതെന്ന് മന്ത്രി പറയുന്നു. അതുപോലെ ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഇമെയിൽ സെർവറുകൾ, ഇവ ഉൾപ്പെടെയുള്ള വെർച്വൽ സ്പേസുകൾ ഈ തിരയാൻ നികുതി അധികാരികൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. അങ്ങനൊരു ആ ബില്ല് കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ വിജയമായിരിക്കുന്നത് എന്നാണ് കേന്ദ്ര ധനമന്ത്രി പറയുന്നത്. എന്തായാലും ഇവരുടെ ഈ ഉദ്യോഗസ്ഥർക്ക് ഇതൊക്കെ പരിശോധിച്ച് ഇവരുടെ ഈ അക്സസ് കോഡുകൾ, ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള കോഡുകൾ ഉണ്ടാവുമല്ലോ, പാസ്വേഡ് ഉൾപ്പെടെയുള്ള, അതൊക്കെ വേണമെങ്കിൽ താൽക്കാലികമായി റദ്ദാക്കാനും അതിലൂടെ അവരെ പൂട്ടാനും അക്കൗണ്ട് തന്നെ ഫ്രീസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതിനുള്ള അധികാരമാണ് ഈ പുതിയ ബില്ലിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു കാലത്ത് ഈ ഡിജിറ്റൽ ഇന്ത്യയെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്ത ആൾക്കാർക്ക്, ചിദംബരത്തെ പോലുള്ളവർക്ക്, തോമസ് ഐസക്കിനെ പോലുള്ളവർക്ക് മുഖമടച്ച് കിട്ടിയ അടിയാണ് ഇന്നത്തെ ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ കുതിപ്പ്. എന്നു മാത്രമല്ല, അതിനനുസരിച്ച് നിയമങ്ങളിലും മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ത്യ യഥാർത്ഥത്തിൽ ഡിജിറ്റൽ ഇന്ത്യ ഒരു ഡിജിറ്റൽ വേൾഡിന് മാതൃകയാണ് ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ പറയുന്നത് പോലെ എല്ലാത്തരം കള്ളത്തരങ്ങളും അവസാനിപ്പിച്ച് വളരെ കൃത്യമായി സർക്കാരിലേക്ക് കിട്ടേണ്ടുന്ന നികുതി കൃത്യമായിട്ട് പിരിച്ചെടുക്കാനും എന്നാൽ സത്യസന്ധവും സുതാര്യവുമായി നികുതി അടയ്ക്കുന്നവർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കാനും നമ്മുടെ ഈ ഡിജിറ്റൽ ഇന്ത്യയിലൂടെ സാധിക്കുന്നു. അതിനുള്ള ബില്ലാണ് ഇപ്പോൾ ഫെബ്രുവരി 13-ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്, അത് പാസ്സാക്കിയത്. ആ ബില്ല് കൊടുക്കുന്ന അധികാരം വളരെ വലുതാണ്. അതുപോലെ തന്നെ ഈ ശരിയായ രീതിയിൽ സത്യസന്ധരായ നികുതിദായകർക്ക് കൊടുക്കുന്ന സംരക്ഷണത്തിൻ്റെ വലിയ കവചം ആ നിയമം കൊടുക്കുന്നു. അതും നിർമ്മല സീതാരാമൻ എടുത്തു കാണിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഡിജിറ്റൽ ഇന്ത്യ കൂടുതൽ പുരോഗതിയിലേക്ക് പോവുകയാണ്. കൂടുതൽ വികസിക്കുകയും ഈ പറയുന്ന ഈ ആപ്പുകൾ, ഈ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ
നമ്മുടെ ഈ നികുതി ഇടപാടുകളെ കൂടുതൽ സത്യസന്ധവും സുതാര്യവുമാക്കി തീർക്കട്ടെ. കള്ളപ്പണത്തിൻ്റെ സ്രോതസ്സുകൾ മുഴുവനും ഇല്ലാതാകട്ടെ. ബിനാമി ഇടപാടുകൾ നിലയ്ക്കട്ടെ. ഒപ്പം നമ്മുടെ രാജ്യത്തിന് എല്ലാ പുരോഗതിയും ഉണ്ടാകട്ടെ. അതിന് ഡിജിറ്റൽ ഇന്ത്യയും ഈ നിയമവും എല്ലാ സഹായവും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.